ഡൽഹിയിൽ വായുമലിനീകരണം രൂക്ഷമാകുന്നു. വായു ഗുണനിലവാര നിരക്ക് വളരെ മോശം വിഭാഗത്തിലാണ് ഇപ്പോൾ. മലിനീകരണം കുറയ്ക്കാൻ ഡൽഹിയിൽ സ്പ്രിംഗ്ലറുകൾ ഉപയോഗിച്ചു തുടങ്ങി. അയൽ സംസ്ഥാനങ്ങളിൽ കാർഷികാവശിഷ്ടങ്ങൾ കത്തിക്കുന്നതിനോടൊപ്പം പടക്കങ്ങൾ കൂടി ആയതോടെ ദീപാവലി സീസണിൽ പുകമഞ്ഞിന്റെ പിടിയിലാണ് ഡൽഹി. രാജ്യതലസ്ഥാനത്തെ 9 കേന്ദ്രങ്ങളിൽ വായു ഗുണനിലവാര നിരക്ക് 300-ന് മുകളിലെത്തി. ശരാശരി വായു ഗുണനിലവാര നിരക്ക് 273 രേഖപ്പെടുത്തിയത്. വായു ഗുണനിലവാരം കുത്തനെ താഴ്ന്നതോടെ നഗരവാസികൾക്കും യാത്രക്കാർക്കും കണ്ണരിച്ചിൽ, ശ്വാസതടസ്സം എന്നിവ അനുഭവപ്പെടുന്നുണ്ട്. इंडिया गेट घूमने के लिए आए हैं तो पोल्यूशन बहुत ज्यादा यार, अनएक्सपेक्टेड लग रहा है। दिल्ली में बहुत सही धुंध है क्योंकि अभी जो देखा उतनी भी नहीं है, कुछ इम्प्रूवमेंट हुए हैं। पहले की अपेक्षा ज्यादा है इस समय प्रदूषण, दम घुटता है, घुटन होती महसूस होती है। മലിനീകരണം കുറയ്ക്കാൻ ഡൽഹിയിൽ സ്പ്രിംഗ്ലറുകൾ ഉപയോഗിക്കാൻ ആരംഭിച്ചു. വായുമലിനീകരണം വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് കൃത്രിമ മഴ പെയ്യിക്കുന്നതടക്കമുള്ള നടപടികൾ സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. വായു ഗുണനിലവാരം മോശമായിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ മാസ്ക് ധരിക്കാനും കഴിയുന്നത്ര വീടിനുള്ളിൽ തന്നെ തുടരാനും ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിച്ചു. ഇത്തവണ പതിവിലേറെ മഴ ലഭിച്ചത് ഡൽഹി നിവാസികൾക്ക് മലിനീകരണത്തിൽ നിന്നും വലിയൊരു ആശ്വാസമായിരുന്നു. എന്നാൽ അതിവേഗം മലിനീകരണം കുതിച്ചുയർന്നതിന്റെ വലിയ ആശങ്കയിലാണ് ഡൽഹി നിവാസികൾ. ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.